ഇപ്പൊ എല്ലാവരെയും ബാലൻസ് ഷീറ്റ് ലേണിംഗ് ആപ്പിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് വെൽക്കം ചെയ്യുകയാണ്. എക്സ്പോർട്ട് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടി ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു പോകും, നിങ്ങളത് നോട്ട് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ ടു എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട്. നോക്കിയേ, എന്താണ് എക്സ്പോർട്ട് മാർക്കറ്റിംഗ്? നിലവിലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഡക്റ്റ് എങ്ങനെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം? കസ്റ്റമറിന്റെ നീഡും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം. കസ്റ്റമറിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും. ഇപ്പോൾ ഒരു കസ്റ്റമർ 20,000 രൂപ കൊടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ ആ പ്രോഡക്റ്റിൽ നിന്ന് കസ്റ്റമറിന് എന്ത് കിട്ടണം? സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. കസ്റ്റമറിന്റെ നീഡ് അവിടെ സാറ്റിസ്ഫൈ ആവണം. അങ്ങനെ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് മേക്ക് ചെയ്യണം. അതാണ് മാർക്കറ്റിംഗ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് യൂസിങ് ഓൾ ദി റിസോഴ്സസ്. എല്ലാ റിസോഴ്സും എവിടെ ചെന്ന് നിൽക്കുന്നു? കസ്റ്റമർ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ നിൽക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഇതാണ് മാർക്കറ്റിംഗ്. എന്നാൽ എക്സ്പോർട്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ടേക്ക് പ്ലേസ് അക്രോസ് നാഷണൽ ബോർഡേഴ്സ്. ഒരു രാജ്യത്തിന്റെ നാഷണൽ ബോർഡറിനപ്പുറം ഒരു ട്രേഡ് ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? എക്സ്പോർട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1, ട്രേഡ് എന്താണെന്ന് ചോദിക്കും. നമ്പർ 1, ട്രേഡ് എന്താണെന്ന് ചോദിക്കും. What happened? ട്രേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പൊ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞ് വന്നാൽ അതെന്തല്ല, അത് ലോജിസ്റ്റിക്സോ സപ്ലൈ ചെയിനോ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സോ ഒന്നുമല്ല, ട്രേഡ് എന്നടിക്കുക. ട്രേഡിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഇന്റേണൽ ട്രേഡ്. ട്രേഡിനെ നമുക്ക് എത്ര തരംതിരിക്കാം? രണ്ടായി തരംതിരിക്കാം. നമ്പർ 1, ഇന്റേണൽ ട്രേഡ്. നമ്പർ 2, എക്സ്റ്റേണൽ ട്രേഡ്. എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു, ട്രേഡ് എവിടെ നടക്കുന്നു? ഒരു രാജ്യത്തിന്റെ നാഷണൽ ബൗണ്ടറിക്ക് അപ്പുറം ഒരു ട്രേഡ് നടന്നാൽ അത് എക്സ്റ്റേണൽ ട്രേഡ് ആണ്. ആ ട്രേഡിനെ നമുക്ക് എന്ത് പറയാം? എക്സ്പോർട്ട് എന്നും പറയാം. ഓക്കെ, അപ്പൊ രാജ്യത്തിന്റെ നാഷണൽ ബൗണ്ടറിക്ക് അപ്പുറം ഒരു ട്രേഡ് നടക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? എക്സ്പോർട്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ ക്ലിയർ അല്ലേ? എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ക്ലിയർ അല്ലേ? ഇനി അടുത്ത് പറയുന്നത്, നമ്മളൊരു ട്രേഡ് നടത്തുകയാണ്. നമ്മളൊരു ട്രേഡ് നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോർട്ട് മാർക്കറ്റിംഗിലാണ് ട്രേഡ് നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എക്സ്പോർട്ട് മാർക്കറ്റ്. എക്സ്പോർട്ട് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നമ്പർ 1, മാർക്കറ്റ് റിസർച്ച്. നോക്കിയാൽ എന്താ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രോഡക്റ്റ്, ഇപ്പൊ നിങ്ങൾ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഈ നമ്മുടെ നാട്ടിൽ തന്നെ ആ പ്രോഡക്റ്റ് നല്ല ഹിറ്റ് ആകുമോ ഇല്ലേ എന്നൊക്കെ നമ്മൾ നോക്കും, അല്ലേ? പ്രോഡക്റ്റ് കൂടുതൽ വിറ്റ് പോകുമോ, സക്സസ്ഫുൾ ആയിട്ട് മാറോ ഇല്ലേ എന്നൊക്കെ നമ്മൾ നോക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ എവിടെ നോക്കേണ്ടത്? എബ്രോഡ്. നമ്മുടെ നാട്ടിൽ നോക്കുന്നതിനേക്കാൾ കൂടുതൽ. ഒരു പ്രോഡക്റ്റ് ഇവിടെ വിജയിച്ചെന്ന് പറഞ്ഞ് എബ്രോഡ് വിജയിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഏത് രാജ്യത്താണോ എക്സ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ മാർക്കറ്റിനെ നമ്മൾ റിസർച്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രോഡക്റ്റ് ചൈനയിലോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചൈനയുടെ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്, മാർക്കറ്റ് റിസർച്ച്. ഈ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, എന്ത് ചെയ്യുന്നു? മെയിൻ ആയിട്ട് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം, ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ടു സക്സസ്ഫുള്ളി എക്സ്പോർട്ടിംഗ് ടു അനദർ കൺട്രി ഈസ് ടു ഡു എക്സ്പോർട്ട് മാർക്കറ്റിംഗ് റിസർച്ച് ടു ഐഡന്റിഫൈ ദ കൺട്രീസ് കൺസ്യൂമേഴ്സ് ദാറ്റ് വിൽ വാണ്ട് യുവർ സ്പെസിഫിക് പ്രോഡക്റ്റ്. കണ്ടോ, നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഏത് രാജ്യത്താണോ എക്സ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യത്തുള്ള ആളുകൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് വേണോ. അതാണ് അവിടെ പറഞ്ഞത്, ഐഡന്റിഫൈ ദ കൺട്രീസ് കൺസ്യൂമേഴ്സ് ദാറ്റ് വിൽ വാണ്ട് യുവർ സ്പെസിഫിക് പ്രോഡക്റ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റ് അവിടെ അവർക്ക് ആവശ്യം ഉണ്ടോ ഇല്ല എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈ മാർക്കറ്റ് റിസർച്ചിൽ നമുക്ക് കോമ്പറ്റീഷനെ നമ്മൾ നോക്കണം. കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ നോക്കണം. മാർക്കറ്റ് ഡിമാൻഡ് നമ്മൾ നോക്കണം. പിന്നെ അടുത്ത് എന്താ പറഞ്ഞത്? പ്രൈസ്.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്തിരിക്കണം. ഇത്രയും കൺസിഡർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ആണ്. എന്താണ് ട്രേഡ് ആക്ടിവിറ്റി ഒരു രാജ്യത്തിന്റെ നാഷണൽ ബൗണ്ടറിക്ക് അപ്പുറം നടക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, എക്സ്പോർട്ട് മാർക്കറ്റിംഗ് എന്ന് പറയാം. നമ്മൾ എന്താ പറഞ്ഞത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എക്സ്പോർട്ട് മാർക്കറ്റിംഗിൽ ഉൾക്കൊള്ളിക്കുന്നത്? ഒന്ന്, മാർക്കറ്റ് റിസർച്ച്. നമ്മൾ ഏത് രാജ്യത്താണോ എക്സ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ മാർക്കറ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്പർ 2, റിസർച്ചിങ് കസ്റ്റമേഴ്സ്. അവിടുത്തെ കസ്റ്റമറിനെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ടു അസ്യൂംസ് ദാറ്റ് എ ഗിവൺ പ്രോഡക്റ്റ് വിൽ അപ്പീൽ ടു ദി സെയിം മാർക്കറ്റ് ഇന്റർനാഷണലി ദാറ്റ് ഇറ്റ് ഡസ് ഡൊമസ്റ്റിക്കലി. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് നോട്ട് ടു അസ്യൂം ദാറ്റ്, അതായത് നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിലുള്ള കൺസ്യൂമർ ആണ് ഇന്റർനാഷണലിലും ഉള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും വിചാരിക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ ഇറക്കിയ പ്രോഡക്റ്റ് അതുപോലെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇറക്കാമെന്ന് നമ്മൾ വിചാരിക്കാനായിട്ട് പാടില്ല. കാരണം അവിടുത്തെ കൺസ്യൂമർ ഡിഫറെന്റ് ആണ്, കൺസ്യൂമറിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കയിലുള്ള കസ്റ്റമർ കുറച്ചുകൂടി ക്വാളിറ്റിയിൽ ബോധേഡായിരിക്കും, നമ്മൾ പ്രൈസിലാണ് ബോധേഡ്. അപ്പൊ നമ്മൾ റിസർച്ചിങ് കസ്റ്റമറിനെ റിസർച്ച് ആയിട്ട് വേണം ഒരു എക്സ്പോർട്ട് മാർക്കറ്റിംഗിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലാനായിട്ട്. അനലൈസിങ് വേരിയബിൾ ലൈക്ക് ഏജ്, ജെൻഡർ, ക്ലാസ്, എത്നിക് ഓർ കൾച്ചർ. കണ്ടോ, കൺസ്യൂമറിന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിസ്കസ് ചെയ്യണം. കൺസ്യൂമറിന്റെ ഏജ് നമ്മൾ ഡിസ്കസ് ചെയ്യണം, കൺസ്യൂമറിന്റെ ജെൻഡർ. ഇപ്പൊ ഞാനിപ്പോ കൊച്ചു കുട്ടികളെ ഫോക്കസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അമേരിക്കയിലുള്ള, ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയിലാണ്. അപ്പൊ അമേരിക്കയിലുള്ള കൊച്ചുപിള്ളേരെ അട്രാക്ട് ആവുന്ന അവിടുത്തെ കാർട്ടൂൺ ക്യാരക്ടറും അതിന്റെ പാക്കേജിംഗ് ഒക്കെ വെച്ചുള്ള അഡ്വർടൈസ്മെന്റ് ആണ് ഞാൻ എടുക്കേണ്ടത്, അതിന്റെ മാർക്കറ്റിംഗ് ആണ് ഞാൻ എടുക്കേണ്ടത്. അപ്പൊ ഞാൻ നോക്കിയാൽ ജെൻഡർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ക്ലാസ്, ടോപ്പ് ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. കൺസ്യൂമറിന്റെ പവർ നമ്മൾ നോക്കണം, പർച്ചേസിംഗ് പവർ. ഇപ്പൊ ഞാനൊരു വില കൂടിയ ഒരു പെർഫ്യൂം ഉണ്ടാക്കി, എനിക്കത് ഒരു കാരണവശാലും സൊമാലിയയിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അവിടുത്തെ കൺസ്യൂമർ ഡിഫറെന്റ് ആണ്. അവിടുത്തെ കൺസ്യൂമർ ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നടക്കുന്ന കൺസ്യൂമർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഫസ്റ്റ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടത്തുക, സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിനെ റിസർച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊരു ഇൻട്രൊഡക്ഷൻ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അടുത്തുള്ളത് എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ചാനൽസ്. എന്തൊക്കെയാണ് എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ചാനൽസ്? അതായത് ഒരു പ്രോഡക്റ്റ് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നമുക്ക് എങ്ങനെ എത്തിക്കാം, എന്തെല്ലാം വഴികളാണ് ഉള്ളത്, എങ്ങനെ നമുക്ക് എക്സ്പോർട്ട് നടത്താം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കുന്നത്. ഒന്ന്, എക്സ്പോർട്ട് ഇൻഡയറക്ട്ലി. ഓക്കെ, എക്സ്പോർട്ട് ഇൻഡയറക്ട്ലി എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ഇടനിലക്കാരെ വച്ച് നടത്തുന്ന ബിസിനസ് ആണ് ഏത്, എക്സ്പോർട്ട് ഇൻഡയറക്ട്ലി. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരെയുള്ളൂ, എക്സ്പോർട്ട് വിത്ത് ഇന്റർമീഡിയറീസ്. അപ്പൊ ഇടനിലക്കാരെ വച്ച് നടത്തുന്ന ആ ബിസിനസ്സിനെ നമുക്ക് എന്ത് പറയാം, എക്സ്പോർട്ട് ഇൻഡയറക്ട്ലി എന്ന് പറയാം. നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഇല്ല. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് ഇപ്പൊ ഞാൻ അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പോർട്ട് ഏജന്റ്, അവിടുത്തെ ട്രേഡിംഗ് ഹൗസസ്, അവിടുത്തെ പിഗി ബാക്കിംഗ്, ബൾക്കായിട്ട് എടുത്തിട്ട് ലൂസ് ആയിട്ടൊക്കെ കൊണ്ട് നടന്ന് വിൽക്കുന്നവര്, അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിച്ച് നമുക്ക് എക്സ്പോർട്ട് നടത്താം. അത് എക്സ്പോർട്ട് ഇൻഡയറക്ട്ലി. ഇനി എക്സ്പോർട്ട് ഡയറക്ട്ലി എന്ന് പറഞ്ഞാല് വിത്തൗട്ട് എനി ഇന്റർമീഡിയറീസ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എക്സ്പോർട്ട് വിത്തൗട്ട് എനി ഇന്റർമീഡിയറീസ്. നമ്മൾ അവിടെ ഒരു ഇടനിലക്കാരെയും എന്ത് ചെയ്യുന്നില്ല, നിർത്തുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പോർട്ട് ഡയറക്ട്ലി. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. എക്സ്പോർട്ട് ഡയറക്ട്ലി, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, എൻഡ് യൂസറിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ തന്നെ ഏജന്റിനെ വെച്ചോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അവിടെ എന്ത് ചെയ്യാം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമറിന്റെ കയ്യിൽ എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് ഏൽപ്പിക്കാം. അത് എക്സ്പോർട്ട് ഡയറക്ട്ലി. അവിടെ എനിക്കും കൺസ്യൂമറിന്റെ ഇടയിൽ വേറെ ആരും വരുന്നില്ല. ഇനി അടുത്ത് പറയുന്നത് ലൈസൻസ്, ഫ്രാഞ്ചൈസ് ഓർ കോൺട്രാക്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് ഓർ മാർക്കറ്റിംഗ് ഓഫ് യുവർ പ്രോഡക്റ്റ് അബ്രോഡ്. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ എന്റെ പ്രോഡക്റ്റ് എനിക്ക് എബ്രോഡ് എക്സ്പോർട്ട് ചെയ്യണം. സോ എനിക്ക് എന്ത് ചെയ്യാം, ലൈസൻസ് ഓർ ഫ്രാഞ്ചൈസ്. നമുക്കറിയാമല്ലോ KFC, കെൻഡാക്കി ഫ്രൈഡ് ചിക്കൻ, KFCയുടെ ബ്രാഞ്ചസ് നമുക്ക് ട്രിവാൻഡ്രത്തുണ്ട്. അതായത് ഫ്രാഞ്ചൈസിയാണ് എടുക്കുന്നത്, അല്ലേ? KFCയുടെ ഓണറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്താൽ മതി, ഇവിടെ ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ അവർ ഫ്രാഞ്ചൈസി വിളിക്കും. അപ്പൊ നമ്മൾ ചെന്ന് ഫ്രാഞ്ചൈസി എടുക്കും.
എന്നിട്ട് അവർ പറയുന്ന സ്ക്വയർ ഫീറ്റിലൊക്കെ നമ്മൾ ബിൽഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം അവരുടെ ഈ പറയുന്ന KFC അവിടെ കൊണ്ടുവച്ച് വിൽക്കും അല്ലെ. നമ്മൾ അവർക്ക് ഒരു ലാഭം കൊടുക്കും, നമ്മൾ ഒരു ലാഭം എടുക്കും. അപ്പൊ ഇതാണ് ലൈസൻസ് ഓഫ് ഫ്രാഞ്ചൈസ്. എക്സ്പോർട്ടിംഗ് അല്ലേ? തീർച്ചയായിട്ടും എക്സ്പോർട്ടിംഗ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പോർട്ട് ചെയ്യാം? ഒന്ന്, ഡയറക്ട്ലി എക്സ്പോർട്ടിംഗ്. നമ്പർ 2, ഇൻഡയറക്ട്ലി എക്സ്പോർട്ടിംഗ്. നമ്പർ 3, ലൈസൻസ് ഓഫ് ഫ്രാഞ്ചൈസിംഗ്. ദെൻ നമ്പർ 4, ഇൻവെസ്റ്റ് ഡയറക്ട്ലി ഇൻ ദ ഫോറിൻ മാർക്കറ്റ് പ്ലേസ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു എന്താണ്, നമുക്കൊരു രാജ്യത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അവിടെ ഫാക്ടറി കയറ്റി നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് നടത്താം. അതാണ് ഇൻവെസ്റ്റ് ഡയറക്ട്ലി ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് മേ ടേക്ക് എ ഡിഫറന്റ് ഫോം സച്ച് ആസ് എ ഫോറിൻ അസംബ്ലി ഓർ ഫോറിൻ മാനുഫാക്ചർ. നമ്മൾ ചില പ്രോഡക്റ്റുകളൊക്കെ ഇന്ന് നോക്കുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ കൊടുത്തിരിക്കും. അതായത് ഇപ്പൊ MIയുടെ മൊബൈലൊക്കെ നമ്മൾ നോക്കുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിരിക്കും. അവരെന്താ ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്ത് സ്ഥലം വാങ്ങിച്ച് നമ്മുടെ രാജ്യത്ത് ഫാക്ടറി കെട്ടി അവരെന്ത് നടത്തും? ബിസിനസ് നടത്തും. അവരുടെ ഉദ്ദേശം എക്സ്പോർട്ട് തന്നെയാണ്. റോ മെറ്റീരിയൽ ഒക്കെ വരുന്നത് അവരുടെ രാജ്യത്തു നിന്നായിരിക്കും. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. എന്താണ്? നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം? ബിസിനസ് നടത്താം. പിന്നെ പറഞ്ഞ എന്റർ ഇന്ത്യ കോപ്പറേറ്റീവ് എഗ്രിമെന്റ്. അതായത് രണ്ട് കമ്പനികൾ പരസ്പരം ബെനിഫിറ്റിന് വേണ്ടി ക്ലോസ്ലി ടുഗദർ ടു ഡെവലപ്പ് ദ ബിസിനസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. ഇപ്പൊ മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താണ്, ഒരു ഫോറിൻ കമ്പനിയാണ്. അവർക്ക് നമ്മുടെ രാജ്യത്ത് വരണം. സോ മാരുതിയെ കൂട്ടുപിടിക്കുന്നു. അതാണ് എന്റർ ഇന്ത്യ കോപ്പറേറ്റീവ് എഗ്രിമെന്റ്. ഇപ്പൊ ടാറ്റ ഡൊക്കോമോ, ഹീറോ ഹോണ്ടോ, ഇതൊക്കെ എന്താണ്? കോപ്പറേറ്റീവ് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇവരുടെ എല്ലാം അൾട്ടിമേറ്റ് ലക്ഷ്യം അവരുടെ പ്രോഡക്റ്റ് മറ്റൊരു രാജ്യത്തോട്ട് ഇറക്കണം എന്നത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പഠിച്ചത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പോർട്ട് ചാനൽസ്. നമ്പർ 1, ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ്. ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് എനി ഇന്റർമീഡിയറീസ്, ഇടനിലക്കാരില്ലാതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. നമ്പർ 2, വിത്ത് ഇന്റർമീഡിയറീസ്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ്. ഓക്കെ, ഇടനിലക്കാരെ വച്ച് നമ്മൾ നടത്തുന്നു. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ലൈസൻസ് ഓഫ് ഫ്രാഞ്ചൈസിങ്, നമ്മൾ ഫ്രാഞ്ചൈസി വിളിച്ച് ബിസിനസ് നടത്തുന്നു. എന്റർ ഇന്ത്യ കോപ്പറേറ്റീവ് എഗ്രിമെന്റ്, നമ്മളൊരു കോപ്പറേറ്റീവ് എഗ്രിമെന്റിൽ പോകുന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പോർട്ട് ചാനൽസിൽ വരുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പോർട്ട്, ഇറക്കുമതി. ഇറക്കുമതി എന്ന് പറഞ്ഞാല് വളരെ ലാഭമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇവിടെ നോക്കിയേ, ഒരു ഇറക്കുമതിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യണ്ട? പ്രോഡക്റ്റ് ഉണ്ടാക്കണ്ട അല്ലെ? പ്രോഡക്റ്റ് ഉണ്ടാക്കണോ? ഇല്ല. പ്രോഡക്റ്റ് അയാൾക്ക് കൊണ്ടു നടന്ന് വിറ്റാൽ മാത്രം മതി. അപ്പോ സ്റ്റാർട്ടിങ് ആൻഡ് ഇമ്പോർട്ട് ബിസിനസ്, ഒരു ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ ലക്ഷ്യമാണ്, വലിയൊരു ലക്ഷ്യമാണ്. ഓക്കെ, മോർ ദാൻ തൗസൻഡ്സ് ഓഫ് മർച്ചന്റ് ആൻഡ് ബിസിനസ്മെൻ, ആയിരക്കണക്കിന് ബിസിനസ്സുകാരുടെ ഒരു ലക്ഷ്യമാണ് ഒരു ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങുക. നിങ്ങൾക്ക് അറിയാമോടെ, ഇപ്പൊ ഇടയ്ക്ക് വന്ന ഒരു ഡ്രിങ്കിങ് ആണ് ലിച്ചി. ലിച്ചി എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് നമുക്കിവിടെ. ഒരു ജ്യൂസ് പോലെ, ഒരു ലിച്ചി ജ്യൂസ് പോലെ ഒരു വാട്ടർ ഉണ്ട്. അപ്പൊ ഇവിടെ അത് നോക്കിയാൽ അത് നമ്മുടെ രാജ്യത്തുള്ളതല്ല, അത് ബംഗ്ലാദേശ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് പുറത്തുള്ള ഒരു രാജ്യത്ത് നിന്നാണ്. അപ്പൊ ഇവിടെ അതെടുത്ത് വിറ്റ് ഇമ്പോർട്ടർ, അയാൾക്ക് അത് ഭയങ്കര ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് മാറി. അയാൾ മാർക്കറ്റ് അന്വേഷിച്ച് നടന്നതായിരിക്കും. എന്നിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നത്? എടുത്ത് ഈ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നത്? വിറ്റത്. അപ്പൊ ഇമ്പോർട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ ലാഭം തരുന്ന ഒരു ബിസിനസ് ആണ്. ലൈക്ക് ആൻ എക്സ്പോർട്ട് ബിസിനസ്, എക്സ്പോർട്ട് ബിസിനസ് പോലെ തന്നെ ഇമ്പോർട്ട് ബിസിനസ് ഈസ് ഓൾസോ വെരി പ്രോഫിറ്റബിൾ. ഇമ്പോർട്ട് ബിസിനസ് എന്താണ്? പ്രോഫിറ്റബിൾ ബിസിനസ് ആണ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? പക്ഷെ എന്ത് ചെയ്യണം? ഇമ്പോർട്ടർ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ അവിടെ എന്ത് ചെയ്യണം? അഡോപ്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ഒന്ന്, നമ്പർ 1, അവൈലബിലിറ്റി. നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തൊരു സാധനം നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ മനസ്സിലായത്. ഇവിടെ ഫ്രഞ്ച് പെർഫ്യൂം, ജർമ്മൻ ബിയർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഇവിടെ കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇമ്പോർട്ടർ ചെയ്യാം. അല്ലെങ്കിൽ ഇമ്പോർട്ടർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമറിനെ ഉണ്ടാക്കണം. അപ്പൊ ഇതാണ് ഏത്? അവൈലബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്? നമ്മുടെ രാജ്യത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? ഇമ്പോർട്ട് ചെയ്തേ പറ്റൂ. ഇനി അടുത്തുള്ളത് പ്രൈസ് ആണ്. പ്രൈസ് വലിയൊരു ഫാക്ടറാണ്. നോക്കിയേ, നമ്മുടെ രാജ്യത്തുള്ള പ്രോഡക്റ്റ് മാത്രം നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ അവർ പറയുന്ന പ്രോഡക്റ്റ് കൊടുക്കണം. പണ്ടുള്ള ഒരു കാറാണ് ഏത്? HM, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, HM അംബാസഡർ. ഈ അംബാസഡർ കാറ് നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങേണ്ടി വരും അല്ലെ? പക്ഷെ അത്ര ക്വാളിറ്റി ഒന്നും ആ കാറിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് മാരുതിയുടെ കുഞ്ഞു കുഞ്ഞു കാറുകൾ വരുന്നത്. അത് കയറ്റുമതിയല്ലേ? അത് ഇറക്കുമതിയല്ലേ? നമ്മുടെ രാജ്യത്ത് അവർ ഇറക്കുമതി ചെയ്തില്ലേ? നമ്മൾ കുറെ ആളുകൾ ഫ്രാഞ്ചൈസി വാങ്ങിച്ചത് നടത്തിയില്ലേ? അപ്പോ എന്ത് ചെയ്യും? കോമ്പറ്റീഷൻ കൂടുമ്പോ എന്ത് ചെയ്യും? പ്രൈസ് കുറയും. ഓക്കെ, അപ്പൊ നോക്കിയേ, സം പ്രോഡക്റ്റ് ആർ ചീപ്പർ വെൻ ഇമ്പോർട്ടഡ് ഫ്രം ഫോറിൻ കൺട്രി. ചില പ്രോഡക്റ്റുകൾ ഭയങ്കര ചീപ്പറാണ്. നമ്മളെ രാജ്യത്ത് ഉണ്ടാക്കണേക്കാളും വെളിയിൽ നിന്ന് വാങ്ങുന്നതാണ് കുറച്ചുകൂടി ലാഭം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് റീസൺ.
നമ്മൾ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള റീസൺ. പിന്നെ വേറെ ഒരു വലിയൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് റെഗുലേറ്ററി ബോഡി. ഇമ്പോർട്ട് റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഒന്നും പേടിക്കാതെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടും ചെയ്യാം. നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഫ്രോഡ് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവാനുള്ള ഒരു കാരണമൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഡീൽ ചെയ്യുന്നത് DGFT ആണ്. DGFTയുടെ ഫുൾ ഫോം ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഇതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള മറ്റൊരു റീസൺ DGFT ഉള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഇല്ലേ? നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. സാധനം എടുത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇറക്കുമതി ചെയ്യാം. അപ്പൊ DGFT ഉണ്ടെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യം ഇല്ല. പിന്നെ അടുത്ത് എന്താ പറയണത്? DGFT ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, പരീക്ഷയ്ക്ക് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ DGFT എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇമ്പോർട്ട് ചെയ്യാനുള്ള റീസൺസ്. എന്താണ് ഇമ്പോർട്ട് ചെയ്യാനുള്ള റീസൺസ്? നമ്പർ 1 അവൈലബിലിറ്റി, നമ്പർ 2 പ്രൈസ്, നമ്പർ 3 ധൈര്യമായിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് റെഗുലേറ്ററി ബോഡി ഉണ്ട്. ഇമ്പോർട്ട് റെഗുലേറ്ററി ബോഡിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്താണ് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ? സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാല് എന്താ നോക്കിയേ, നമുക്ക് ഗുഡ്സ് എന്ത് ചെയ്യാം? ഇമ്പോർട്ട് ചെയ്യാം. എന്താ നോക്കിയേ, there are certain goods that can be only imported outside the country through recognized agency. നമുക്കൊരു റിക്കഗ്നൈസ്ഡ് ഏജൻസി വഴി നമുക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ടും ചെയ്യാം. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയേ, എല്ലാ രാജ്യത്തും ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴി നമുക്ക് IEC കോഡ് നമ്പർ ഇല്ലാതെ തന്നെ അവരുടെ ലേബലിൽ നമുക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ ഇമ്പോർട്ട് ഒക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ അതും സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് STC എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ STH ഉണ്ട്, സ്റ്റേറ്റ് ട്രേഡിംഗ് ഹോൾഡേഴ്സ്. ഓക്കെ, മനസ്സിലായില്ല? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. സ്റ്റേറ്റ് ട്രേഡിംഗ് ഹോൾഡേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി അടുത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓപ്പൺ LC. ഇതാ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. LC എന്ന് പറഞ്ഞാല് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അത് എന്താണെന്ന് നമുക്ക് ഡോക്യുമെന്റേഷനിൽ നമ്മൾ പഠിക്കും. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടറിന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വാങ്ങിച്ച് തരുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഓപ്പൺ LC ഓർ ഇമ്പോർട്ട് ട്രാൻസാക്ഷൻ ഓൺലി ദ കസ്റ്റമർ ആൻഡ് ഓൺലി ദ പാർട്ടി ഹാസ് ഗോട്ട് സാങ്ഷൻ ലിമിറ്റ്. നമ്മളെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഒരാളെ നിന്ന് വാങ്ങാൻ നിൽക്കുകയാണ്, നമ്മളത് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കണം. അപ്പൊ അയാൾക്ക് സാങ്ഷൻ ലിമിറ്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാവൂ. ചുമ്മാ ചെന്ന ബാങ്കിന്റെ അടുത്ത് നിന്ന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒന്നും നമ്മൾ ചോദിച്ച് വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ല. ആദ്യം അയാൾക്ക് സാങ്ഷൻ ലിമിറ്റ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പിന്നെ അടുത്ത് നമ്മൾ അലോ ഇമ്പോർട്ട് ഓഫ് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ്. നമ്മൾ എല്ലാ സാധനവും എടുത്ത് നമുക്ക് ഇവിടെ നമ്മുടെ രാജ്യത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം കുറെ സാധനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും നിരോധിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും നിയന്ത്രണമുള്ള ഗുഡ്സ് ഉണ്ടോ, അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതെല്ലാം നമുക്ക് എവിടെ മനസ്സിലാക്കാം? എക്സിം പോളിസിയിലുണ്ട്. എന്താണ് എക്സിം പോളിസി? മറ്റൊരു ക്വസ്റ്റ്യൻ. എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി. എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി. അപ്പൊ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഗുഡ്സ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഗുഡ്സ്, ഞാൻ ഇമ്പോർട്ടറാണ്, ഞാനൊരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന് നമ്മുടെ രാജ്യത്തെ പെർമിഷൻ ഉണ്ടോ എന്ന് ഞാൻ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഡോക്യുമെന്റ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ. അത് നമ്മുടെ എക്സ്പോർട്ടറിന്റെ PA അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡ്രൈവറിന്റെ അടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ. പിന്നെ കസ്റ്റമറിന്റെ അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പേയ്മെന്റ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ഇമ്പോർട്ട് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഐറ്റം LCയിൽ പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോക്കണം. ഇനി അലോ ദ പേയ്മെന്റ് ഓഫ് ബിൽസ് ബിയോണ്ട് 6 months ആൻഡ് ആൾസോ പേയ്മെന്റ് ഓവർ ഡു ഇൻട്രസ്റ്റ് ഓൺ സൈറ്റ് ബിൽ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 6 months. നമ്മൾ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് വഴിയാണ് പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 180 days ആണ് കാലാവധി. എക്സാമിന് ചോദിക്കും. ഓക്കെ, എക്സാമിന് ക്ലിയർ ആയിട്ട് ചോദിക്കും. എന്താണ്? ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിന്റെ കാലാവധി എത്ര ആണെന്ന് ചോദിക്കും. ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിന്റെ കാലാവധി 180 days. ട്രാൻസാക്ഷൻ നടന്ന് 180 daysനകത്ത് നമ്മൾ പേയ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അലോ പേയ്മെന്റ് ടു ലോക്കൽ ഏജന്റ് ഓൺ കമ്മീഷൻ ബേസിസ്. നമ്മൾ എന്ത് ചെയ്യണം? ലോക്കൽ ഏജന്റിനൊക്കെ എന്ത് ചെയ്യണം? കമ്മീഷൻ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം?
ആ പേയ്മെന്റ് കൊടുക്കണം. അതെന്താണ്? ഫെമ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്മീഷൻ കൊടുക്കേണ്ടത്. ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പോർട്ടറിന്റെ ഇമ്പോർട്ടറിന്റെ ഇടയിലുള്ള ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോക്കൽ ഏജൻസിന് നമ്മൾ കമ്മീഷൻ കൊടുക്കണം. അങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നത് ഫെമയാണ്. ഫെമ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കമ്മീഷൻ കൊടുക്കണം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നു, എന്താണ് ഫെമ? പരീക്ഷയ്ക്ക് ചോദിക്കും, എന്താണ് ഫെമ? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഫെറ. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ആക്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഫെമ ഗൈഡ് ലൈൻ അനുസരിച്ച് നമ്മൾ കമ്മീഷനൊക്കെ കൊടുക്കണം. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൂടാ? ഒന്ന്, ഇഷ്യൂ ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഫ് ദ കസ്റ്റമർ ഡസന്റ് ഹാവ് ദി IEC നമ്പർ. കസ്റ്റമറിന് IEC കോഡ് നമ്പർ ഇല്ലാതെ നമ്മൾ ഒരിക്കലും LC ഇഷ്യൂ ചെയ്യരുത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ, IEC കോഡ് നമ്പർ. എന്താണ് IEC കോഡ് നമ്പർ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാതെ നോക്കിയേ, ഇവിടെ പറയുന്നുണ്ട് IEC ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ. ഇനി ഓപ്പൺ LC വിത്ത് പ്രോപ്പർ ട്രാൻസ്പോർട്ട് ഡോക്യുമെന്റ്. എല്ലാ ട്രാൻസ്പോർട്ട് ഡോക്യുമെന്റും കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ LC എന്ത് ചെയ്യാവൂ? ഓപ്പൺ ചെയ്യാവൂ. ഓപ്പൺ ചെയ്യാവെന്ന് പറഞ്ഞാൽ തുറക്കാവൂ എന്നല്ല, അതിന്റെ പ്രൊസീജിയർ ഒക്കെ നടത്താൻ പാടുള്ളൂ. അലോ അഡ്വാൻസ് പേയ്മെന്റ് വിത്തൗട്ട് പ്രോപ്പർ ഡോക്യുമെന്റ്. പ്രോപ്പർ ഡോക്യുമെന്റിൽ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കരുത്, മേ ബി അത് ഫ്രോഡ് ആയിരിക്കും. പിന്നെ എന്താണ്? ഫോർവേഡ് ദ ഡോക്യുമെന്റ് ടു ദി തേർഡ് പാർട്ടി വിത്തൗട്ട് പെർമിഷൻ ഓഫ് ദി ഇമ്പോർട്ടർ. ഇമ്പോർട്ടറിന്റെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ തേർഡ് പാർട്ടിയുടെ കയ്യിലൊന്നും നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുക്കാനായിട്ട് പാടില്ല. ഇമ്പോർട്ട് പ്രൊഹിബിറ്റഡ് ഓർ റെസ്ട്രിക്റ്റഡ് ഐറ്റം വിത്തൗട്ട് ഇമ്പോർട്ട് ലൈസൻസ്. പ്രൊഹിബിറ്റഡോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇമ്പോർട്ട് ലൈസൻസ് ഇല്ലാതെ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ അതുപോലെ തന്നെ പറയുന്നത്, അലോ ഡയറക്ട് റെമിറ്റൻസ് ഓഫ് ഇമ്പോർട്ടന്റ് ബില്ല് ബിയോണ്ട് ദ ലിമിറ്റ് ആൻഡ് വിത്തൗട്ട് EC കോപ്പി ഓഫ് ബില്ല് ഓഫ് എൻട്രി. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ ഇമ്പോർട്ട് ബില്ലും നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സബ്മിറ്റ് ചെയ്തിരിക്കണം. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ഓപ്പൺ റിവോൾവിംഗ് LC വിത്തൗട്ട് സേഫ്റ്റി ക്ലാസ്. ഓക്കെ, LCയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? LC നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം ഈ LC എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അതായത് ഇത് ഇമ്പോർട്ടർ, ഇത് എക്സ്പോർട്ടർ. എക്സ്പോർട്ടർ ഇമ്പോർട്ടറിന് സാധനം കൊടുക്കുകയാണ്. ഇമ്പോർട്ടർ എന്ത് ചെയ്യണം? തിരിച്ച് ക്യാഷ് കൊടുക്കണം. അപ്പോ അത് ഉറപ്പുവരുത്താനായിട്ട് ഇമ്പോർട്ടറിന്റെ അമേരിക്കയിലുള്ള ബാങ്ക് എക്സ്പോർട്ടറിന്റെ ട്രിവാൻഡ്രത്തുള്ള ബാങ്കിന് എന്ത് ചെയ്യണം? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യണം. അപ്പൊ സാധനം അയച്ച് ട്രാൻസാക്ഷൻ ഇവിടെ എത്തിയ ഉടൻ തന്നെ ഇവരെന്ത് ചെയ്യണം? പേയ്മെന്റ് ഇവിടെ ഈ ബാങ്കിന് ഇട്ടുകൊടുക്കും. ഇതാണ് LC എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ?